പാട്രിയോട്ട് മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുന്ന സിനിമ വർഷങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇതിന് വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ളതാണ്. സിനിമയ്ക്ക് ഇത് യഥാർത്ഥത്തിൽ വിലക്കല്ല, ഇത് തിയേറ്ററുകാരും പ്രൊഡ്യൂസർമാരും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളാണ്. തിയേറ്ററുകാർക്ക് പ്രൊഡ്യൂസർമാരിന് 60% അതിന്റെ വിഹിതം വേണമെന്നും തിയേറ്ററുകാർക്ക് 40% കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള ഇതാണ്. അതൊരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്. ഇത് ലാസ്റ്റിൽ കൃത്യമായി ആ ഡേറ്റിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏപ്രിൽ 23 തന്നെ കിട്ടും. എനിക്ക് തോന്നുന്നു നല്ലൊരു പബ്ലിസിറ്റി ഇതുകൊണ്ട് പേട്രിയോട്ടിന് കിട്ടി. ഇതുവരെ ഇല്ലാത്ത പബ്ലിസിറ്റി, ഒരു 2 കോടി രൂപ മുടക്കി കിട്ടുന്ന പബ്ലിസിറ്റി സുഖമായിട്ട് പേട്രിയോട്ടിന് കിട്ടിയിട്ടുണ്ട്. അന്നേരം അതല്ലാതെ മലയാള സിനിമ നല്ല ഇന്ത്യൻ സിനിമ മൊത്തം ദുരന്തർ ഒഴിച്ച്, ദുരന്തർ GCCയിൽ പ്രദർശിപ്പിക്കുന്നില്ല, ബാക്കിയുള്ള സിനിമകളെല്ലാം നേരിടുന്ന വലിയ പ്രതിസന്ധി യുദ്ധഭീതി തന്നെയാണ്. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ, അത് എല്ലാ മനുഷ്യരും ബാക്കിയുള്ളതൊക്കെ നല്ലതാണ്. അതുപോലെ സിനിമാക്കാർക്കും ആട് 3 ഒക്കെ മാർച്ച് 19 വെച്ചേക്കുന്നത് എനിക്ക് വളരെ ചാൻസ് കുറവാണ് മാർച്ച് 19 ഇറങ്ങാൻ. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഏപ്രിലേക്ക് വരും. ഏപ്രിൽ ദൃശ്യം പോലുള്ള സിനിമകൾ 2-ാം തീയതി ഉണ്ട്, 9-ാം തീയതി പടങ്ങളുണ്ട്, 10-ാം തീയതി പടങ്ങളുണ്ട്, വലിയ വലിയ പടങ്ങളുണ്ട്. ഇതെല്ലാം മാറ്റിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മലയാള സിനിമയും നല്ല ഇന്ത്യൻ സിനിമ മൊത്തം പ്രതിസന്ധിയിലോട്ട് വരും. അന്നേരം അതൊക്കെ മാറ്റി യുദ്ധം നിൽക്കട്ടെ, കൃത്യമായിട്ട് സിനിമകളൊക്കെ റിലീസ് ചെയ്യട്ടെ. ഏപ്രിൽ 23 പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് പാട്രിയോട്ട്. അതിന് മുമ്പ് എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിയാൽ 23-ാം തീയതി ലോകമെമ്പാടും, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും പാട്രിയോട്ട് തന്നെ റിലീസ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്.